കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും അധികം ഉറ്റുനോക്കപ്പെടുന്ന 5 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിന്റെ സ്ഥാനം. വെറുമൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനപ്പുറം വോട്ടർമാരുടെ പ്രവചനാതീതമായ മനോഭാവം കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരിപ്പിക്കുന്ന ഒരു മണ്ഡലമാണിത്. 2026 കേരളം എടുക്കുമ്പോൾ വട്ടിയൂർക്കാവ് വീണ്ടും ഒരു തീ പാറുന്ന പോരാട്ടത്തിന് വേദിയാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഇത്രമേൽ നിർണായകമാവുന്നത്? അത് കേവലം ഒരു MLA തെരഞ്ഞെടുക്കുന്നതിനല്ല, മറിച്ച് 3 മുന്നണികളുടെയും ശക്തിയും ദൗർബല്യവും അളക്കുന്ന ഒരു ടെസ്റ്റ് കൂടിയാണിത്. വട്ടിയൂർക്കാവിന്റെ വർത്തമാന പോരാട്ടത്തെ മനസ്സിലാക്കാൻ അതിന്റെ ചരിത്രപരമായ വോട്ട് നിലകളിലെ വിചിത്രമായ മാറ്റങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ കണക്കുകൾ കാണുമ്പോൾ ആർക്കും ഒന്ന് തല പുകയാതിരിക്കാൻ കഴിയില്ല. വട്ടിയൂർക്കാവിലെ വോട്ടർമാർ ഓരോ 5 വർഷം കൂടുമ്പോഴും മുന്നണികളെ 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്കും തിരിച്ചും പറിച്ചു നടന്നത് നാം കണ്ടതാണ്. പ്രത്യേകിച്ച് LDF 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തിലേക്ക് കുതിച്ചു ചാടിയ ട്രിപ്പിൾ ഫ്ലിപ്പ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവ കാഴ്ചയാണ്. 2016 K മുരളീധരൻ UDF-ൽ നിന്നും 1-ാം സ്ഥാനത്തെത്തി. 2-ാം സ്ഥാനം കുമ്മനം രാജശേഖരൻ, 3-ാം സ്ഥാനം LDF-ന്റെ TN സീമ. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ VK പ്രശാന്ത് മുന്നിൽ നിന്നും, K മോഹനകുമാർ 2-ാമത് UDF-ന്റേത്, S സുരേഷ് NDA 3-ാമതായി നിന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 1-ാമതും VV രാജേഷ് NDA-യുടേത് 2-ാമതും വീണ S നായർ UDF-ന്റേത് 3-ാമതും വന്നു. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ BJP നിരന്തരം 2-ാം സ്ഥാനത്ത് തുടരുന്നത് 2016-ലും 2021-ലും അവരെ ഈ മണ്ഡലം ശക്തമായ ഒരു സൈലന്റ് പവർ ആക്കി മാറ്റുന്നുണ്ട്. എന്നാൽ 2016-ൽ 3-ാം സ്ഥാനത്തായിരുന്ന LDF VK പ്രശാന്തിലൂടെ നടത്തിയ അട്ടിമറി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഈ വിചിത്രമായ വോട്ട് വിഹിത മാറ്റങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ കണക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ചാലക ശക്തികളായ സ്ഥാനാർത്ഥി പ്രഭാവങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായെന്ന് വിശകലനം ചെയ്യാം. 3 മുന്നണികളും തങ്ങളുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടുകളെയാണ് ഇത്തവണ വട്ടിയൂർക്കാവിൽ ഇറക്കിയിരിക്കുന്നത്. ഓരോരുത്തർക്കും മണ്ഡലത്തിൽ സ്വന്തമായ സ്വാധീനമുണ്ടെങ്കിലും വെല്ലുവിളികളും കുറവല്ല. VK പ്രശാന്തിനെ പറ്റി പറയുകയാണെങ്കിൽ മേയർ ബ്രോ എന്ന ലേബൽ ഇന്നും വട്ടിയൂർക്കാവിൽ പ്രസക്തമാണ്. കഴിഞ്ഞ 7 വർഷമായി മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിപുലമായ വ്യക്തിബന്ധങ്ങളാണ് LDF-ന്റെ ഏക പ്രതീക്ഷ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 25,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഈ വികസന രാഷ്ട്രീയമാണ്. UDF-ന്റെ K മുരളീധരനാകട്ടെ ഇത് മുരളീധരന്റെ ഒരു ഹോം കമ്മിങ് ആണ്. 2011-ൽ രൂപീകൃതമായ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ആദ്യ MLA എന്ന നിലയിലുള്ള വൈകാരിക ബന്ധം അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ വോട്ടർമാരെ വഞ്ചിച്ചു എന്നുള്ള എതിരാളികളുടെ വിമർശനം അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. തൃശൂരിലും നേമത്തും നേരിട്ട പരാജയങ്ങൾക്ക് ശേഷം വട്ടിയൂർക്കാവ് അദ്ദേഹത്തിന് ഒരു മേക്ക് ഓവർ ബ്രേക്ക് യുദ്ധമാണ്. ലീഡറുടെ മകൻ എന്ന പ്രതിച്ഛായയും തദ്ദേശ ഭരണ കണക്കുകളും അദ്ദേഹത്തിന് തുണയാകുമോ എന്ന് കണ്ടറിയാം. R ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള ക്ലീൻ ഇമേജ് ആണ് ശ്രീലേഖയുടെ കരുത്ത്. മണ്ഡലത്തിലെ ശാസ്തമംഗലം വാർഡിലെ താമസക്കാരി എന്ന നിലയിൽ വോട്ടർമാരുമായുള്ള പ്രാദേശിക ബന്ധം BJP തന്ത്രപരമായി ഉപയോഗിക്കുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥി എന്ന് വാഗ്ദാനം നൽകി തന്നെ മത്സരത്തിനിറക്കി എന്ന രീതിയിൽ പാർട്ടി നേതൃത്വവുമായുണ്ടായ ചില അസ്വാരസ്യങ്ങൾ ഒരു പ്രതിബന്ധമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ വളർച്ച അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഈ നേതാക്കളുടെ അവകാശവാദങ്ങൾക്കിടയിൽ വട്ടിയൂർക്കാവിലെ യഥാർത്ഥ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്നും നമുക്കൊന്ന് പരിശോധിച്ചോ. വട്ടിയൂർക്കാവിലെ ജംഗ്ഷനുകളിലെ ചായക്കടകളിലും ഗ്രന്ഥശാലകളിലും നടക്കുന്നത് കേവലം കക്ഷി രാഷ്ട്രീയ ചർച്ചകളല്ല, മറിച്ച് ഓരോ പദ്ധതിയുടെയും ഗുണദോഷങ്ങൾ വോട്ടർമാർ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. റോഡ് വികസനത്തിൽ VK പ്രശാന്തിനെ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്തുണ്ടെങ്കിൽ നിലവിൽ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും കൂമ്പാരമായി കിടക്കുന്നത് വികസനത്തിലെ കാലതാമസമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വിമർശിക്കുന്നവരും മറുഭാഗത്തുണ്ട്. വടകരയിലേക്ക് പോയ മുരളീധരന്റെ നടപടിയെ വോട്ടർമാർ എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാണ്. അതേസമയം ശബരിമല വിഷയവും സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകളെ ഇന്നും സ്വാധീനിക്കുന്നുണ്ടെന്നത് ചർച്ചകളിൽ നിന്ന് വ്യക്തമാണ്. ഈ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ വട്ടിയൂർക്കാവിനെ ഒരു പ്രവചനാതീതമായ യുദ്ധഭൂമിയായി മാറ്റുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? UDF-ന്റെ 10 വാർഡുകൾ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 10 വാർഡുകളിൽ UDF ഭൂരിപക്ഷം ലഭിച്ചത് K മുരളീധരന് നൽകുന്ന ധൈര്യം ചെറുതല്ല. 9 വാർഡുകളിൽ BJP വിജയിച്ചതും നിലവിലത്തെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന VV രാജേഷ് ഈ വാർഡിൽ നിന്നുമുള്ള ആളാണെന്നുള്ളതും BJP സംഘടനാപരമായ കരുത്ത് വ്യക്തമാക്കുന്നു. LDF വെറും 4 വാർഡുകളിലേക്ക് ഒതുങ്ങിയത് വലിയ തിരിച്ചടിയാണ്.
ഇതിനു പുറമെ വട്ടിയൂർക്കാവിൽ ഒരു CPM വിമത സ്ഥാനാർത്ഥി വിജയിച്ചത് പാർട്ടിയിലെ സംഘടനാപരമായ വിള്ളലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തടസ്സങ്ങളെ VK പ്രശാന്തിന്റെ വ്യക്തിഗത സ്വാധീനം കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ എന്നതാണ് LDFന് മുന്നിലുള്ള ചോദ്യം. ഏതായാലും വട്ടിയൂർക്കാവ് ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ കടങ്കഥയാണ്. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ വേരുകളുള്ള ഈ മണ്ണിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും ഒരുപോലെ മാറ്റുരയ്ക്കുന്നു. വികസന നേട്ടങ്ങൾ വോട്ടാക്കുമെന്ന് പ്രശാന്തും പാരമ്പര്യ വോട്ടുകൾ തിരിച്ചു പിടിക്കുമെന്ന് മുരളീധരനും BJPയിലുള്ള വളർച്ച വിജയത്തിലെത്തിക്കുമെന്ന് ശ്രീലേഖയും ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ മികവ്, സംഘടനാ സംവിധാനത്തിന്റെ കരുത്ത്, ശബരിമലയും സ്വർണ്ണക്കടത്തും പോലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയെല്ലാം ഈ പോരാട്ടത്തിന്റെ അന്ത്യഫലത്തെ സ്വാധീനിക്കും. 2026 വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മാത്രമേ വട്ടിയൂർക്കാവ് ആരെ തുണയ്ക്കുമെന്ന് ഉറച്ചു പറയാനാവൂ. അതുവരെ വട്ടിയൂർക്കാവ് ഒരു രാഷ്ട്രീയ കടങ്കഥയായി തുടരും.